ഫ്രണ്ട്സ്, എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ട അവിയൽ തയ്യാറാക്കിയാലോ. അപ്പോൾ ഈ മുട്ട അവിയൽ ഞാൻ കൂടുതൽ കണ്ടിരിക്കുന്നത് തിരുവനന്തപുരം, കൊല്ലം ആ ഒരു ഏരിയയിലൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ തയ്യാറാക്കാമെന്ന് എനിക്ക് അറിയില്ല. അറിയാവുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. അപ്പോൾ നമുക്കിത് നല്ല ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കണേന്ന് നോക്കാം. അതിനു മുമ്പ് വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ട അവിയൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 മീഡിയം സൈസിലുള്ള സവോള ഇതുപോലെ നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ കടായിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് 2 മുരിങ്ങക്കായാണ് കേട്ടോ. അപ്പോൾ അതും ഈ ഒരു രീതിയിൽ ഞാൻ മുറിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു മുട്ട അവിയലിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ അവിയൽ ഉണ്ടാക്കില്ലേ, വെജ് അവിയൽ, അപ്പോൾ അതിനുപയോഗിക്കുന്ന ഏത് കഷ്ണങ്ങൾ വേണമെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ ബേസിക് ആയിട്ടുള്ള കഷ്ണങ്ങൾ എന്ന് പറയുന്നത് മുരിങ്ങക്കായ, ഉരുളക്കിഴങ്ങ്, സവാള ഒക്കെ തന്നെയാണ് കേട്ടോ. ബാക്കി ഏത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാമെന്ന് മാത്രം. ഇനി ഞാൻ ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് ഇതുപോലെ നീളത്തിലായിട്ടുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം നീളത്തിൽ തന്നെ മുറിച്ചെടുക്കാം കേട്ടോ. പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം നല്ല പോലെ. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. പിന്നെ ഇത് ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട്. ഈ വെജിറ്റബിൾസ് ഒക്കെ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരുന്നത് തന്നെയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതിലേക്ക് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മുളക് പൊടി സാധാരണ നമ്മൾ അവിയലിലേക്ക് ചേർത്ത് കൊടുക്കാറില്ല. ഒരു ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് മാത്രം ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഉപ്പൊക്കെ ഈ സമയത്ത് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കഷ്ണങ്ങളിൽ ഉപ്പ് പിടിച്ച് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് മാങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്, അതായത് പുളിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് 2-3 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നില്ലെങ്കിൽ പച്ചമാങ്ങ ചേർത്ത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ തക്കാളി ചേർത്ത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു മാങ്ങയുടെ ഒരു 1/4 ഭാഗത്തോളം എടുത്തിട്ട് ഇതുപോലെ നീളത്തിലുള്ള കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് പുളിക്കനുസരിച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് പുളിയുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് അളവിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. തക്കാളിയാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം മുരിങ്ങക്കായ്ക്ക് ഇട്ട് കൊടുക്കില്ല, ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ തക്കാളിയാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം സൈസിലുള്ളത് മതിയാവും. അതുപോലെ തൈരാണെങ്കിൽ 1/4 കപ്പ് അളവിൽ മതിയാവും കേട്ടോ. അതായത് തൈരിൻ്റെ പുളിക്കനുസരിച്ച് തന്നെ എടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് നമുക്ക് കുക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ മുട്ട ഇതുപോലെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുട്ട നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പകുതിയായിട്ട് കട്ട് ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അതായത് ചെറിയ കഷ്ണങ്ങളായിട്ട്, അതായത് ഒരു മുട്ട 4 എണ്ണമായിട്ട് 4 പീസായിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു 6 മുട്ടയാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇനി ഇത് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് നാളികേരമൊക്കെ ഒന്ന് ഒതുക്കിയെടുക്കണം, സാധാരണ നമ്മൾ അവിയലിന് ചെയ്യണ ഒരു രീതിയിൽ തന്നെ. അപ്പോൾ ഞാനിവിടെ ഒരു 2 കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതായത് ഒരു നാളികേരത്തിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവിയലിൽ നിന്നൊക്കെ പറയുമ്പോൾ നാളികേരം നന്നായിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെയായിരിക്കും കൂടുതൽ നല്ല ടേസ്റ്റി ആയിട്ട് വരിക. പിന്നെ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുക. അപ്പോൾ എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പച്ചമുളക് ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ 2 പച്ചമുളകാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 4 ചെറിയുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്, അതായത് ഫെനൽ സീഡ്സ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മുതൽ ഒരു 1/2 ടീസ്പൂൺ വരെ സാധാരണ നല്ല ജീരകം അല്ലെങ്കിൽ ചെറിയ ജീരകം എന്ന് പറയുന്ന ജീരകം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒതുക്കി നമുക്ക് വെക്കാം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് വെജിറ്റബിൾസൊക്കെ കുക്കായിട്ടുണ്ടോ എന്ന് നോക്കാം. കണ്ടില്ലേ, ഒന്നും കൂടി ഒന്ന് കുക്കായിട്ട് വരാനുണ്ട്. പക്ഷെ ഒരുവിധം ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് വെന്ത് കുഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ ഒരുപാട് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴഞ്ഞു പോകാനുള്ളൊരു സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ സാധാരണ അവിയൽ നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാറില്ല. ഇതിപ്പോൾ മുട്ട അവിയലായതുകൊണ്ട് മാത്രമാണ് നമ്മൾ പെരിഞ്ജീരകം ചേർക്കുന്നത്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ തന്നെ കിട്ടും കേട്ടോ. ഇപ്പോൾ ഇതിലൊരുവിധം വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. വളരെ കുറച്ച് മാത്രം വെള്ളം ഉള്ളൂ. ഇത് മുട്ട അവിയലായതുകൊണ്ട് തന്നെ മുട്ട അത്യാവശ്യം നന്നായിട്ട് തന്നെ ചേർക്കുമ്പോഴാണ് ആ മുട്ടയുടെ ഫ്ലേവേഴ്സൊക്കെ കറക്റ്റായിട്ട് ഈ വെജിറ്റബിൾസിലേക്കൊക്കെ വരുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇതൊന്ന് നമുക്ക് ഒന്നും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ വീണ്ടും ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. നന്നായിട്ട് ഒന്നും കൂടി ഒന്ന്
റെഡി ആയിട്ട് വന്നോട്ടെ. വെജിറ്റബിൾസ് കറക്റ്റായിട്ട് കുക്കായിട്ട് വന്നില്ല എന്നുണ്ടെങ്കിലും അവിയൽ കഴിക്കാൻ അത്രയ്ക്ക് നന്നായിട്ടുണ്ടാവില്ല. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം, കറക്റ്റായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. കണ്ടില്ലേ, കറക്റ്റായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഒതുക്കി വെച്ച നാളികേരം ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അവിയൽ നിങ്ങൾക്ക് കുഴഞ്ഞിരിക്കുന്ന രീതിയിൽ തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി വേവിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരുപാട് കുഴഞ്ഞിട്ടുള്ളൊരു രീതിയിൽ തയ്യാറാക്കണില്ല എന്ന് മാത്രം. ഇനി ഇതിലേക്ക് നാളികേരം ഒതുക്കി വെച്ചത് ഇട്ട് കൊടുക്കുകയാണ്. മുഴുവനായിട്ട് തന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നമുക്ക് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സായിട്ട് വന്നോട്ടെ. അതുപോലെ കുറച്ച് സമയം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ നാളികേരത്തിൻ്റെ പച്ചമണം ഒന്ന് നല്ലപോലെ തന്നെ ഒന്ന് മാറി വരണം. അതിനുശേഷം മാത്രമേ നമ്മളിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കുള്ളൂ. പിന്നെ ഞാൻ ഇതിനു മുമ്പ് തന്നെ തൃശ്ശൂർ സ്റ്റൈലിലുള്ള ഡ്രൈ അവിയൽ ഉണ്ടല്ലോ, സദ്യ സ്റ്റൈൽ ഡ്രൈ അവിയൽ, അതിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന പ്രഷർ കുക്കർ അവിയലിൻ്റെയും റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, കാണണമെന്നുള്ളവർക്ക് കണ്ടു നോക്കാം. പിന്നെ ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കിയ സമയത്ത് ഉപ്പ് കുറച്ച് കുറവായിരുന്നു, അപ്പോൾ കുറച്ച് ഉപ്പ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ 2-3 തണ്ട് കറിവേപ്പിലയും കൂടി ഈ ഒരു സമയത്ത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കറിവേപ്പില അവസാനം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ മുട്ട അവിയലായതുകൊണ്ട് തന്നെ മുട്ട ചേർത്തിട്ട് പിന്നെ നമ്മൾ ഒരുപാട് ഇളക്കിയെടുക്കുന്ന സമയത്ത് അത് കുഴഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വെളിച്ചെണ്ണയും ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ അവസാനം മാത്രമല്ലേ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് അങ്ങോട്ട് കുഴഞ്ഞു പോകാത്ത രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കേണ്ടതായിരിക്കും കൂടുതൽ നന്നായിട്ട് തന്നെ വരിക. അതിനുശേഷം ഞാനിതൊന്ന് അടച്ച് വെക്കുകയാണ്. അപ്പോൾ ഈ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ടൊന്ന് ഉരുകി എല്ലാവിടേക്കും ഒന്ന് നന്നായിട്ട് മിക്സായിട്ട് വന്നോട്ടെ. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ നാളികേരത്തിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് തന്നെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയ സമയത്ത് പുളിയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ പുളി ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ച് ചേർക്കാം. ഒരുപാട് പുളിയായാലും അവിയലൊന്നും കഴിക്കാൻ അത്രയ്ക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഞാനിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ. ഇനിയാണ് നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മുട്ട ചേർത്ത് കൊടുത്തു കഴിഞ്ഞത് കുഴഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നന്നായിട്ട്. പക്ഷേ മുട്ട ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലേവേഴ്സൊക്കെ നന്നായിട്ട് കിട്ടും ഈ ഒരു അവിയലിലേക്ക്. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ മുട്ട ചേർത്തിട്ട്. പക്ഷേ ഞാനിതിപ്പോൾ ഒരുപാട് മിക്സ് ചെയ്തെടുക്കണില്ല മുട്ട ചേർത്തതിന് ശേഷം. കാരണം മുട്ട ചേർത്തിട്ട് ഒരുപാട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഫോട്ടോ എടുക്കുമ്പോഴൊന്നും കാണാൻ അത്രയ്ക്കൊരു നന്നായിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ്. ഇനി ഈ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒരു ഭാഗത്തേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് നടുഭാഗത്തായിട്ട് മുട്ട വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചെറിയ കഷ്ണങ്ങളായിട്ട് ചേർത്ത് കൊടുത്താലും നന്നായിട്ട് തന്നെ വരും. ഫ്ലേവേഴ്സൊക്കെ നന്നായിട്ട് തന്നെ ഈ അവിയലിൻ്റെ കഷ്ണങ്ങളിലേക്ക് പിടിച്ച് കിട്ടും നമുക്ക് പെട്ടെന്ന് തന്നെ. അപ്പോൾ മുഴുവൻ മുട്ടയും ഇതിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ചെയ്യണ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ മുഴുവനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കഷ്ണങ്ങൾ വെച്ചിട്ടൊന്ന് ഈ മുട്ടയൊന്ന് കവർ ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു രീതിയിൽ പതുക്കെ തന്നെ ഒന്ന് കവർ ചെയ്യാം. അപ്പോൾ ഒരുപാടൊന്നും പൊടിഞ്ഞു പോകാതെ തന്നെ നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതിനുശേഷം പിന്നെ നമ്മളിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് സ്റ്റീമൊക്കെ വരുമ്പോൾ ഈ ഫ്ലേവേഴ്സൊക്കെ ഈ കറിയിലേക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വരും. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചതിന് ശേഷം ഒരു 3-4 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം തുറന്ന് നോക്കുമ്പോൾ കണ്ടില്ലേ ഇതുപോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരുപാട് ഉടഞ്ഞു പോകാത്തൊരു രീതിയിലാണ് ഞാനിപ്പോൾ മിക്സ് ചെയ്തെടുക്കണത്. പക്ഷേ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കമ്പൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ താല്പര്യം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ ചെയ്യാം. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുട്ട അവിയൽ റെഡിയായി. ഇത് ചോറിൻ്റെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ്. പ്രത്യേകിച്ച് മുട്ട ഇഷ്ടപ്പെടുന്നവർ അല്ലെങ്കിൽ അവിയൽ ഇഷ്ടപ്പെടുന്നവരൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയായിരിക്കും. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.